ഹലോ എവരിവൺ, ഇന്ന് എൻ്റെ ആനുവൽ ഡേ കാണാൻ പോവാ. അങ്ങനെ ഞാൻ പോകുമ്പോൾ എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ കൊച്ചിനെയാണ് ഞാൻ കാണുന്നത് ഗൈസ്. എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അങ്ങനെ അവൾ എനിക്ക് ആ ബ്രോഷറൊക്കെ കാണിച്ചു തരായിരുന്നു ഗൈസ്. കുറെ കൊല്ലം അവളുടെ ആനുവൽ ഡേ കാണാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നു. പക്ഷെ എനിക്ക് പോകാനേ പറ്റാറില്ല. ഇത്തവണയാണൊന്ന് പോകാൻ പറ്റിയത്. ഇത് നീണ്ടാ എവിടെ കാണിച്ചതാ. പിന്നെ ഞാൻ അവിടെ നിന്ന് അവളുടെ കുറേ വിശേഷങ്ങൾ കേട്ടു ഗൈസ്. ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്. നിറയെ വർത്താനം പറയാനുണ്ടായിരുന്നു. പിന്നെ ഈ ആനുവൽ ഡേ നടക്കുന്നത് വെനസ്ഡേ ആണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയതാണ്. ഈ അമ്മൂനാണ് എനിക്ക് പരിചയം. എങ്ങനെയാണെന്ന് അറിയോ, എന്നോട് ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മു. ഓർമ്മയുണ്ടോ നിനക്ക്? ടിക്ടോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് നീ ചെറുതായിരുന്നു. അപ്പോൾ ഹിമ്മിമ്മി പറയുമായിരുന്നു. ഫ്ലാഷ് ബാക്ക്. മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. വർഷങ്ങൾക്ക് മുന്നേയുള്ള ഈ വീഡിയോസ് ഒക്കെ ഇപ്പൊ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര നല്ല മെമ്മറീസ് ആയിരുന്നു ഗൈസ്. കുട്ടികൾ എത്ര വലുതായാലും നമുക്ക് ആ പഴയ കുഞ്ഞു മക്കളെയാണ് അവളുടെ ഓർമ്മയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. അയ്യോ, നമ്മുടെ വിഷയത്തിന് മാറിപ്പോയി ഗൈസ്. പിന്നെ അവൾ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഒക്കെ എനിക്ക് കാണിച്ചു തരായിരുന്നു ഗൈസ്. എന്താ തങ്കോത്? ഡോണറ്റ്. സദ്യ. നൈസ്. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ. കൊണ്ടുള്ള പിസ്സ, ബർഗർ, ഡോണറ്റ്, സദ്യ മുതലായ എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. കഴിവുള്ള കുട്ടിയാണ്. പിന്നെ എന്തോ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് അതും എനിക്ക് കാണിച്ചു തരായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഒറിഗാമി വീഡിയോസ് എല്ലാം ചെയ്ത് നോക്കുന്ന കുട്ടിയാണ് ഗൈസ്. പക്ഷെ അതിൽ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാഗൺ ഫ്ലൈൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല, തുമ്പീനെ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങിരുന്ന് അവളെ പഠിപ്പിച്ചു ഗൈസ്. ഇനി തുമ്പി ഉണ്ടാക്കാൻ കിട്ടിയില്ല എന്നുള്ള സങ്കടം മാറിയില്ലേ. പിന്നെ അവളുടെ അടുത്ത ആഗ്രഹം മെഹന്തി ഇടണം എന്നായിരുന്നു. മെഹന്തി ഇടാൻ വലുതായിട്ടൊന്നും അറിയില്ലെങ്കിലും കുട്ടികളെ മെഹന്തി ഇട്ട് പറ്റിക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു ഗൈസ്. കുറേ വട്ടവും വരയും കുത്തും ഒക്കെ ആയിട്ട് ഒരു തരക്കേടില്ലാത്ത രീതിയിൽ ഞാനതങ്ങ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കയ്യിലിടാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. പിന്നെ അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്തിട്ട് കൊടുത്താലും അവൾക്ക് ഇഷ്ടമാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുള്ള് കുത്തും വരയും ഒക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇഷ്ടപ്പെട്ടാ? A4 എന്താണ്? A4 ആരാധ്യ. അതേ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവളുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഗൈസ്. ഇത്രയും പരിപാടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിലൊരു 4-5 എണ്ണത്തിൽ അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവളെ മേക്കപ്പ് ചെയ്യാൻ കയറ്റിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ അവിടെ ഇരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. വിഷു ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കൊന്നയൊക്കെ പൂത്തു ഗൈസ്. ഒരു ഇല പോലും ഇല്ല, പക്ഷെ കൊന്നമരം നിറച്ചും കൊന്ന പോവാണ്. അപ്പോൾ ഡാൻസിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഗൈസ്. ടാ.